ഹലോ കൂട്ടുകാരെ, അപ്പോൾ ടോംസ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പുകൾ, ബാക്ടീരിയയുടെ ടൈപ്പുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ബാക്ടീരിയ ടൈപ്സ്, ബാക്ടീരിയയുടെ ടൈപ്പുകളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പറയുന്നത് ബേസ്ഡ് ഓൺ ഷേപ്പ്, അവരുടെ ഷേപ്പ് വെച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആദ്യം അതിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ കോക്കസ്, COCCUS. കോക്കസ് എന്ന് വെച്ചാൽ സർക്കിൾ ഷേപ്പ്ഡ് എന്നാണ്. കോക്കസ് എന്ന് വെച്ചാൽ സർക്കിൾ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ്ഡിന് പറയുന്ന പേരാണ് കോക്കസ്. എന്നാൽ ബാസിലസ് എന്ന് പറയുന്നുണ്ട്. ബാസിലസ് എന്ന് വെച്ചാൽ റോഡ് ഷേപ്പ്ഡ് അടുത്ത പറയുന്നത് കോക്കോ ബാസിലസ് എന്ന് വെച്ചാൽ റോഡുമല്ല സ്പെറിക്കലുമല്ല, രണ്ടുമാണ്. അതായത് റോഡല്ല, അതെ സ്പിയർ ഷേപ്പ്ഡുമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേജാണ്. ഇറ്റ്സ് ബിറ്റ്വീൻ ദ സ്പിയർ ആൻഡ് റോഡ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ബേസ്ഡ് ഓൺ ഷേപ്പിൽ 3 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയുണ്ട് 5 എണ്ണമാണ് ശരിക്കും വരുന്നത്. അടുത്ത സ്പൈറൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ കോർക്ക് സ്ക്രൂ ലൈക്ക്. ഇനി അടുത്ത സ്പൈറൽ കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്ന ഫിലമെന്റസ് എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ആയിട്ടുള്ളതിന് പറയുന്ന പേരാണ് ഫിലമെന്റസ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് ആലോചിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ബാക്ടീരിയയുടെ ടൈപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആദ്യം പറഞ്ഞ കോക്കസ് നമ്മൾ സർക്കിൾ ഷേപ്പ്ഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഈസ് നോൺ ആസ്, ഇങ്ങനെ ആയിരിക്കും ചോദ്യം. അല്ലെങ്കിൽ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ ഷേപ്പ്ഡ് ബാക്ടീരിയ ഈസ് നോൺ ആസ്, ഇങ്ങനെ ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കിൾ എന്ന് ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് C കിട്ടും, അത് കോക്കസ് ആണ്. കോക്കസ് കിട്ടി. പിന്നെ പറയുന്നത് റോഡ് ഷേപ്പ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് റോഡ് എന്ന് വെച്ചാൽ ഒരു ദണ്ട്. വളരെയധികം ആൺകുട്ടിയൊക്കെ അറിയാം. ദണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റില്ലേ, ബാറ്റ് എന്ന് പറയുന്നത് ബാസിലസ്. അപ്പോൾ ബാസിലസ് കിട്ടും. ബാസിലസ് റോഡ് ഷേപ്പ്. അപ്പോൾ കോക്കോ ബാസിലസ് രണ്ടും ചേർന്നത്, രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അതായത് സ്പിയറും അല്ല, സ്പിയർ എന്ന് വെച്ചാൽ സർക്കുലർ ഷേപ്പായിട്ടുള്ള സ്പെറിക്കലിന് സ്പിയർ ഷേപ്പും അല്ല, എന്നാൽ ഈ പറയുന്ന റോഡ് ഷേപ്പും അല്ലാത്തതാണ് കോക്കോ ബാസിലസ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേജ്. പിന്നെ സ്പൈറൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ. സ്ക്രൂ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ കോർക്ക് സ്ക്രൂ ഷേപ്പാണ് സ്പൈറൽ. ഇനി ഫിലമെന്റസ് എന്ന് വെച്ചാൽ നിങ്ങൾ നീട്ടമുള്ളത്, ഫിലമെന്റ്സ് കണ്ടിട്ടില്ലേ, ഭയങ്കര നീട്ടമല്ലേ ഫിലമെന്റ്, ഇങ്ങനെ. അപ്പൊ ഭയങ്കര നീട്ടമുള്ളതാണ് ഫിലമെന്റസ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ടീരിയയുടെ ടൈപ്സ് ആണ്. ബാക്ടീരിയ ടൈപ്പ് ബേസ്ഡ് ഓൺ ഷേപ്പിനെ പറ്റിയാണ്. 5 ടൈപ്പ് ഉണ്ട്. ആദ്യം പറഞ്ഞത് കോക്കസ്, രണ്ടാമത് പറഞ്ഞത് എന്താണ് ബാസിലസ്, മൂന്നാമത് കോക്കോ ബാസിലസ്, നാലാമത് സ്പൈറൽ, അഞ്ചാമത് ഫിലമെന്റസ്. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ഫ്ലജല്ല. ഷേപ്പ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കാണുന്ന ഒരു സാധനമാണ് ഫ്ലജല്ല വെച്ചിട്ട് ആദ്യം പറയുന്നത് മോണോട്രൈക്കസ് എന്ന് വെച്ചാൽ സിംഗിൾ ഫ്ലജല്ല, ഒരൊറ്റ ഫ്ലജല്ലേ ഉള്ളൂ. സിംഗിൾ ഫ്ലജല്ലമാണ് മോണോട്രൈക്കസ്. ഇനി ലോഫോട്രൈക്കസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ഫ്ലജല്ല ഫൗണ്ട് ഓൺ വൺ ഓഫ് ദ സെൽ പോളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഏതോ ഒരു സെൽ പോളിൽ അറ്റ് വൺ ഓഫ് ദ സെൽ പോൾസിൽ കാണുന്നതാണ് ലോഫോട്രൈക്കസ്. ഇനി അടുത്ത പറയുന്നത് ആംഫിട്രൈക്കസ്
ട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് വെച്ചാൽ സിംഗിൾ ഫ്ലാജല്ലമാണ്. നേരത്തെ പറഞ്ഞ ടഫ്റ്റ് ഒന്നുമില്ല, ഒറ്റ ഫ്ലാജല്ലമാണ്. സിംഗിൾ ഫ്ലാജല്ലം എവിടെ കാണും? ഫൗണ്ട് അറ്റ് ഈച്ച് ഓഫ് ടു ഓപ്പോസിറ്റ് പോൾ. രണ്ട് പോൾ ഉണ്ടെങ്കിൽ ഇവിടെയും കാണും ഇവിടെയും കാണും. ഫൗണ്ട് അറ്റ് ടു ഓപ്പോസിറ്റ് പോൾസ്. അതാണ് എന്ത്? ആംഫിട്രൈക്കസ്. എന്നാൽ അടുത്തത് പെരിട്രൈക്കസ്. പെരിട്രൈക്കസ് പെരിട്രൈക്കസ് എന്ന് വെച്ചാൽ പെരിട്രൈക്കസിൽ മൾട്ടിപ്പിൾ ഫ്ലാജല്ല ഉണ്ട്, കുറേ ഫ്ലാജല്ല ഉണ്ട്. മൾട്ടിപ്പിൾ ഫ്ലാജല്ല ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഫ്ലാജല്ല ഫൗണ്ട് അറ്റ് സെവറൽ ലൊക്കേഷൻ എബൌട്ട് ദ സെൽ. ഒരു സെല്ലിൽ പല ലൊക്കേഷൻസിൽ കാണും, സെവറൽ ലൊക്കേഷനിൽ കാണും. ഒരു സെല്ലിൻ്റെ ഒത്തിരി ലൊക്കേഷനിൽ കാണുന്നതാണ് പെരിട്രൈക്കസ്. അപ്പോൾ ഈ സാധനം എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം പറഞ്ഞത് മോണോട്രൈക്കസ്. മോണോ മീൻസ് വൺ, സിംഗിൾ. മോണോ എന്ന് വെച്ചാൽ ഒന്നിന് പറയുന്ന പേരാണ് മോണോ. മോൻ, ഒറ്റ മോൻ. കേട്ടിട്ടില്ലേ? ഒറ്റ മോൻ കേട്ടിട്ടില്ല നിങ്ങൾ? ഒറ്റ മോൻ. അപ്പോൾ മോണോട്രൈക്കസ് സിംഗിൾ ഫ്ലാജല്ല, ഫ്ലാജല്ല ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി ലോഫോട്രൈക്കസ്. ലോഫോട്രൈക്കസ് എന്ന് വെച്ചാൽ ടഫ്റ്റ് അറ്റ് വൺ സെൽ പോൾസ്. ഓക്കെ, അതെങ്ങനെ ലോഫോ എന്ന് കിട്ടും? നിങ്ങൾക്ക് ഈ ലോഫോ വാക്ക് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താ? ലാഫ്. ചിരിക്കില്ലേ നിങ്ങൾ? ആ ചിരിക്കുന്ന എങ്ങനെയാ? ഒരു കൂട്ടം ആൾക്കാർ ചിരിക്കുന്നതായിട്ടല്ലേ? അതാണ് ടഫ്റ്റ്. എവിടെയായിരുന്നു ചിരിക്കുന്ന? ഇപ്പൊ നിങ്ങൾ തന്നെ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഒരു കൂട്ടം ആൾക്കാരാണ് ഇരിക്കുന്നത്. എവിടെ? ഒറ്റയ്ക്ക് ഒരു എടുത്ത് മാറി ഇരുന്നിട്ട് അങ്ങ് ചിരിയോട് ചിരിയാ. അതാണ് ടഫ്റ്റ് ഓഫ് അറ്റ് വൺ സെൽ പോൾസിൽ ടഫ്റ്റ് ഓഫ് ഫ്ലാജല്ല ഉണ്ട്. അതാണ് ലോഫോട്രൈക്കസ്. ലോഫോ കിട്ടും, ലാഫ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആംഫിട്രൈക്കസ്. ആംഫി എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ടുള്ള ഫ്ലാജല്ലമാണ്. എവിടെ കാണും? രണ്ട് പോൾസിന് ഓപ്പോസിറ്റ് ആയി കാണും. ആംഫി നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂണി ഡയറക്ഷണൽ, ബൈ ഡയറക്ഷൻ, ആംഫി ഡയറക്ഷണൽ, രണ്ട് ദിശയിൽ ഓപ്പോസിറ്റ്. കേട്ടോ? അപ്പോൾ ആംഫിട്രൈക്കസ് കിട്ടിയല്ലോ. ഇനി പറയുന്ന പെരിട്രൈക്കസ്. പെരി എന്ന് വെച്ചാൽ നമ്മളൊരു പെരിമീറ്റർ ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയൊരു സ്ഥലത്തെ പെരിമീറ്റർ ആലോചിച്ച് നോക്ക്. പെരി എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഉണ്ട്, ഇന്ന സ്ഥലമൊന്നുമില്ല. ചില ലൊക്കേഷനുകളിൽ കാണും, പക്ഷെ മൾട്ടിപ്പിൾ ഫ്ലാജല്ല ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്ലാജല്ലകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ഫ്ലാജല്ലാസിനെ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന പെരിട്രൈക്കസിൻ്റെ അകത്തായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഫ്ലാജല്ലകളെ കാണാൻ പറ്റും. അതാണ് പെരിട്രൈക്കസ്. അപ്പോൾ പെരിട്രൈക്കസ് കിട്ടിയോ? അപ്പോൾ പെരിട്രൈക്കസ് കിട്ടി. ഇനി പറയുന്നത് എൻഡോസ്പോർസ്. എൻഡോസ്പോർസ്. എൻഡോസ്പോർസ് എന്താണ്? എൻഡോസ്പോർസ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് നോൺ ബാക്ടീരിയ അഡാപ്റ്റേഷൻ ടു സ്ട്രെസ്. അതായത് ബാക്ടീരിയൽ അഡാപ്റ്റേഷന് സ്ട്രെസ് ഫോം ചെയ്യാൻ എൻഡോസ്പോംസിന്റെ ഫോമേഷന് കാരണമാവുന്നത് ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് ഉണ്ടാവുന്ന അഡാപ്റ്റേഷൻ ടെക്നിക്കാണ്, സ്ട്രെസ്സിനോടുള്ള ടെക്നിക്കാണ്. അപ്പം the best known bacterial adaptation to the stress is the formation of endospores. Endospores form ചെയ്യുന്ന വഴി. Endospores എന്താണ്? ബാക്ടീരിയൽ സർവൈവൽ സ്ട്രക്ചേഴ്സ് ആണ്. ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ദാറ്റ് ആർ ഹൈലി റെസിസ്റ്റന്റ് ടു. അത് ഹൈലി റെസിസ്റ്റന്റ് ആണ് എന്തിന്? To many different types of chemicals and environmental stress, and therefore enable the survival of bacteria in environment. ഈ എൻവയോൺമെന്റ് ജീവിക്കാൻ that would be the lethal for these cells in their normal vegetative form. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എൻഡോസ്പോർസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയക്കുള്ള ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഡോസ്പോർസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്?
ബാക്ടീരിയയ്ക്ക് അഡാപ്റ്റേഷൻ സംഭവിച്ച് സ്ട്രെസ് അങ്ങനെ വല്ലതും ബാക്ടീരിയയ്ക്ക് വരുമ്പോൾ എൻഡോസ്പേംസിനെ ഫോം ചെയ്യും. ഈ എൻഡോസ്പേംസ് ആണ് ബാക്ടീരിയൽ സർവൈവലിന് സ്ട്രക്ചറിനെ സഹായിക്കുന്നത്. അത് എന്തിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും? ദേ ആർ ഹൈലി റെസിസ്റ്റൻറ്റ് ടു മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള എല്ലാ സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ബാക്ടീരിയയെ സഹായിക്കുന്നതാണ് എൻഡോസ്പോർസ്. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എനേബിൾ ദ സർവൈവൽ ഓഫ് ദ ബാക്ടീരിയ ഇൻ ദ എൻവയോൺമെൻറ്റ്സ് ദാറ്റ് വുഡ് ബി ലീതൽ ഫോർ സെൽസ്. ആ സെൽസിന് പ്രശ്നകരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ ബാക്ടീരിയക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ തന്നെ ഉണ്ടാകുന്ന ഒരു അഡാപ്റ്റീവ് സ്ട്രക്ചറാണ് എൻഡോസ്പോർസ്. എൻഡോസ്പോർസ് ഉണ്ടാകുന്നത് ബാക്ടീരിയക്ക് സ്ട്രെസ് വരുമ്പോൾ. ഓക്കെ, ബാക്ടീരിയകൾക്ക് സ്ട്രെസ് അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് എൻഡോസ്പോർസ് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബാക്ടീരിയ, ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ദ സെൽ വാൾ ഓൾസോ മേക്സ് ഗ്രാം സ്റ്റെയിനിങ് പോസിബിൾ. സെൽ വാളിൽ ഗ്രാം സ്റ്റെയിനിങ് നടത്തും. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കാണ്. സ്റ്റെയിനിങ് ബാക്ടീരിയ ഇൻവോൾവ്സ് ക്രിസ്റ്റൽ വയലറ്റ് ഡൈ. എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ആദ്യം പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ഡൈ. ക്രിസ്റ്റൽ വയലറ്റ് ഡൈ. രണ്ടാമത് പറയുന്നത് അയഡിൻ. അയഡിൻ വേണം. മൂന്നാമത് പറയുന്ന സാധനം എന്താണ്? മൂന്നാമത് കൗണ്ടർ സ്ട്രെയിൻ സഫ്രാനിൻ. കൗണ്ടർ സ്റ്റെയിൻ സഫ്രാനിൻ. 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 കൗണ്ടർ സ്റ്റെയിൻ സഫ്രാനിൻ ആണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.